ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ. സാഹിത്യത്തിൻ്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. മലയാള സാഹിത്യ സിനിമാ രംഗങ്ങളിൽ ഒരുപോലെ നക്ഷത്രശോഭയാർന്നു നിൽക്കുന്ന സൃഷ്ടിയാണ് ചെമ്മീൻ. തകഴിയുടെ നോവലും രാമുകാര്യാട്ടിൻ്റെ സിനിമയും ആസ്വാദക മനസ്സിനെ കുറച്ചൊന്നുമല്ല രസിപ്പിച്ചത്. ഈ കലാസൃഷ്ടിയെക്കുറിച്ചുള്ള പരിപാടിയുടെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. മലയാളത്തിൻ്റെ മഹിമ ലോകമെങ്ങും പരത്തിയ തകഴി ശിവശങ്കരപ്പിള്ള കുട്ടനാടൻ പാടങ്ങളെയും ആലപ്പുഴയിലെ കടലോര ഗ്രാമങ്ങളെയും പശ്ചാത്തലമാക്കി കലാസൃഷ്ടികൾ നടത്തുകയും അവയെ പ്രപഞ്ചത്തോളം വളർത്തുകയും ചെയ്തു. താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ നേർചിത്രങ്ങൾ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ നിഷ്കളങ്കതയോടെ അനാർഭാടമായി കോറിയിട്ട അദ്ദേഹത്തിൻ്റെ നോവലുകൾ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും ചരിത്രം കൂടിയായി മാറുന്ന സൃഷ്ടികളാണ് തകഴിയുടേത്. തോട്ടിയുടെ മകനും ചെമ്മീനും രണ്ടിടങ്ങഴിയും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നവരുടെയും സങ്കടപ്പെടുന്നവരുടെയും പക്ഷത്തുനിന്ന് എഴുതിയ നോവലുകളാണ്. നാട്ടുവഴക്കങ്ങളും ഗ്രാമീണ നന്മകളും നിറഞ്ഞു നിൽക്കുന്നതാണ് തകഴിയുടെ നോവലുകൾ. ചെമ്മീൻ അതിൻ്റെ മികച്ച മാതൃകയാണ്. മലയാളത്തിലെ നവോത്ഥാന കലയെഴുത്തുകാരിൽ പ്രധാനിയായ തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ അപ്രപാളികളിലെത്തിച്ചത് രാമുകാര്യാട്ട് എന്ന പ്രഗത്ഭനായ സംവിധായകനാണ്. അല്ല, ഇന്ന് നല്ല കോരിയിട്ട ദിവസമല്ലേ, നമുക്കൊന്ന് കോഷിക്കണ്ടേ ഞാൻ പങ്കുഞ്ഞ. അല്ല, അവന്റെ നോട്ടം കണ്ടോ, തുപ്പല കൂടിയ മടി നിറച്ച് നോട്ടാണ്. അതേ, കള്ളുടിക്കാനുള്ള വകയല്ല, അയാളെ വള്ളവും വലയും മേടിക്കാൻ സമ്പാദിക്കേട്. എടാ, ഈ കടലിലുള്ള സമ്പാദ്യം മുഴുവനും മരക്കേണ്ടതാണ്. പിന്നെ എന്തിനാടാ വേറെ സമ്പാദ്യം മരക്കാന് വില? പക്ഷേല് ചെമ്പം കുഞ്ഞിച്ചാൻ വള്ളവും വലയും മേടിക്കാതെ അടങ്ങേൽ. എന്നാ നീ എല്ലാം കൂടെ ചെന്ന് അവനങ്ങ് വീശിക്കൊട. ചക്കിയേ, ഇതങ്ങ് അകത്ത് കൊണ്ടുപോയി സൂക്ഷിക്കണം കേട്ടാ. ഇന്നിനി വള്ളം ഇറക്കണില്ലേ? അവനൊക്കെ വലിയ ക്ഷീണ. ഞാനൊന്ന് കുളിക്കട്ടെ. അത് പിന്നെ മരക്കാന്റെ പാതുവല്ലയോ, കൈ കുറെ കാശ് കിട്ടി അത് തീരണ വരെ ക്ഷീണമാണ്. അച്ഛൻ കുഞ്ഞാച്ചായോ, വാറുണ്ട് വാറുണ്ട്. കള്ളു ഷാപ്പിലോട്ടായിരിക്കും. എന്താ നീ കൂടെ വരുന്നുണ്ടോ? അരി വാങ്ങിക്കാൻ കാശില്ല, കാശിങ്ങിതാ. എന്റെ കയ്യിലോട്ടില്ല. നിങ്ങൾ പിന്നെ കടാലിൽ പോയ എന്നാത്തിനാണ്? കടല് കാണാൻ. ഇപ്പൊ ചക്കി ചാച്ചി ആയിരിക്കേണ്ടിയിരുന്നു. അല്ലേ, അവര് പിടിപ്പുള്ളവരെ. എനിക്ക് പിടിപ്പില്ലെന്ന് നിന്നാരും പറഞ്ഞു? അങ്ങനെ പറഞ്ഞു കൊടടി നല്ല പെണ്ണെ. കാലൻ ഇന്ന് കല്ലിനകത്ത് പാമ്പ് എത്തി കിടക്കും. ആയിരത്തി 1956 മലയാള നോവലുകളിലെ ഏറ്റവും സഹൃദയപ്രീതിയാർജിച്ച ചെമ്മീൻ പുറത്തിറങ്ങുന്നത്. മലയാളത്തിലെ അനുകൽപ്പന സിനിമകളിൽ ഏറ്റവും വിജയിച്ചതും ചെമ്മീനാണ്. നോവലിറങ്ങി 10 വർഷം കഴിഞ്ഞാണ് കൺമണി ഫിലിംസിന് വേണ്ടി രാമുകാര്യാട്ട് ചിത്രം സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്നത്. സാധാരണഗതിയിൽ നോവലുണ്ടാക്കുന്ന ഭാവസംക്രമണത്തെ
അതിജീവിക്കാൻ അതിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്ന സിനിമയ്ക്ക് പലപ്പോഴും കഴിയാറില്ല. ചെമ്മീനിനെ പോലെ ജനപ്രീതി ആർജിച്ച ഒരു നോവലിൻ്റെ കാര്യത്തിൽ ഇത് കൂടുതൽ വിഷമകരമായ കാര്യമാണ്. എന്നാൽ രാമകരിയാട്ടിൻ്റെയും ഒപ്പം പ്രവർത്തിച്ച കലാകാരന്മാരുടെയും അസാധാരണ മികവുകൊണ്ട് ചെമ്മീൻ എന്ന സിനിമ നോവലിനോളം തന്നെ പെരുമ നേടി. നോവലിൻ്റെ ക്ലാസിക് ചിട്ടയോടെയുള്ള രചനാപൂർണത തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. കൊള്ളാം, നല്ല നോട്ടം. എന്താ? ഓ പിന്നെ എന്താണ് കൊച്ചു മുതലാളി? എന്റെ അച്ഛൻ വള്ളം വലി വാങ്ങിക്കാൻ പോവാ. ഞങ്ങൾക്ക് കുറച്ച് രൂപ തന്ന് സഹായിക്കാവോ? എന്റെ എവിടുന്ന രൂപ? ഓ, ഇതാണോ വലിയ കൊച്ചു മുതലാളി? എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ വിളിക്കും? പരീക്കുട്ടിയെന്ന്. പരീ? ഞാനങ്ങനെ വിളിക്കില്ല. എങ്കിൽ കറുത്തമ്മയെന്ന് ഞാനും വിളിക്കില്ല. പിന്നെ വലിയമരക്കാത്തിന്ന് വിളിക്കും. വലിയ മരക്കാത്തിയോ? ആട്ടെ, വള്ളവും വലിയും മേടിക്കുമ്പോ മീനെല്ലാം എനിക്കില്ലേ? നല്ല വില തന്ന. പൊന്നും വില. രൊക്കം തന്ന. ഏറ്റെന്ന് കച്ചവടം ഉറപ്പിക്കും. ആ, കച്ചവടം ഉറച്ചിരിക്കുന്നു. അയ്യോ അമ്മച്ചി, സാർവകാലികമായ മാനുഷിക ഭാവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചെമ്മീൻ സൃഷ്ടിക്കപ്പെട്ടത്. അതിനാൽ അതിന് കാലദേശങ്ങളെ അതിജീവിച്ച് സഹൃദയരെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവുണ്ട്. യാഥാതഥ്യ രചനാരീതിയാണെങ്കിലും കാൽപ്പനികവും ഭ്രമാത്മകവുമായ ഒരു സ്വഭാവം നോവലിൽ പലയിടത്തും ദൃശ്യമാകുന്നുണ്ട്. ഒരു റിയലിസ്റ്റിക് സാഹിത്യകാരനെന്ന് പ്രസിദ്ധി നേടുകയും റിയലിസത്തിൻ്റെ പിന്നാലെ വളരെ നാൾ സഞ്ചരിക്കുകയും ചെയ്ത തകഴി റിയലിസവുമായി പുലവാലായ്മ പോലുമില്ലാത്ത ശുദ്ധ കാൽപ്പനിക പ്രണയത്തെയാണ് ചെമ്മീനിൽ ആവിഷ്കരിച്ചത് എന്ന് എൻ കൃഷ്ണപിള്ളയെപ്പോലുള്ള നിരൂപകർ പറഞ്ഞിട്ടുണ്ടെങ്കിലും സൂക്ഷ്മ വായനയിൽ യാഥാർത്ഥ്യ സ്വഭാവമാണ് ചെമ്മീൻ എന്ന നോവലിൽ പ്രകടമാക്കുന്നത്. രാമകരിയാട്ടിൻ്റെ സിനിമയും അങ്ങനെ തന്നെയാണ്. ഒരു നാടൻ പുരാവൃത്തത്തിൻ്റെ വിസ്മയ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ചെമ്മീൻ സഹൃദയനായ മലയാളിയുടെ മനസ്സിലെ നിത്യഹരിത സൃഷ്ടിയായി മാറിയിരിക്കുന്നു. നിലാവിന്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, നിലാവിന്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസമൈനി വരൂ മധുരം തരൂ നിന്നരുമ പൂവാടി നീ തേടുവതാരെ ആരെ മാനസമൈനി വരൂ. ചെമ്മീൻ എന്ന കലാസൃഷ്ടിയെക്കുറിച്ചുള്ള ഈ പരിപാടിയിൽ രാമകരിയാട്ട് സംവിധാനം ചെയ്ത കൺമണി ഫിലിംസിൻ്റെ ചെമ്മീൻ എന്ന സിനിമയിൽ നിന്ന് ചില സംഭാഷണങ്ങൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ആർ എസ് രാജീവ്.
ഒരു സ്വർണമാലിക പോൽ